പാലക്കാട് നിന്ന് സാജിദ് പാലക്കാട് മുനിസിപ്പാലിറ്റി എന്തായി? മുനിസിപ്പാലിറ്റി 2 റൗണ്ട് പൂർത്തിയാകുമ്പോൾ UDFന്റെ മുന്നേറ്റമാണ് ഉള്ളത്. 2 റൗണ്ട് എന്ന് പറയുമ്പോൾ 24 വാർഡുകൾ എണ്ണിത്തീർന്നിരിക്കുന്നു. ഏതാണ്ട് പകുതി വാർഡുകൾ എണ്ണിത്തീർന്നു. ഇനിയും 2 റൗണ്ടാണ് ഉള്ളത്. ഇതിൽ UDFന് 11 സീറ്റുകളിൽ വിജയിച്ചു. BJP 7 സീറ്റിലാണ് ഉള്ളത്. LDF 6 സീറ്റിലും. ഇനി ഉള്ളതിൽ അടുത്ത റൗണ്ടിൽ ഒരു 4 സീറ്റ് BJPയുടെ ഒരു ഷുവർ സീറ്റാണ്. പിന്നീടുള്ള ഈ വാർഡുകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന വാർഡുകൾ കൂടിയാണ്. അതോടൊപ്പം ഷൊർണൂരിൽ BJPയുടെ ഒരു കുതിപ്പുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. LDF ഭരണം നിലനിർത്തിയിരിക്കുന്നു. 17 സീറ്റാണ് LDFനുള്ളത്, 11 സീറ്റാണ് UDFന് ഉള്ളത്. മറ്റൊന്ന് പ്രധാനപ്പെട്ടത് പഞ്ചായത്താണെങ്കിലും പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്താണ്. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ AV ഗോപിനാഥ് പരാജയപ്പെട്ടിരിക്കുന്നു. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. LDFും AV ഗോപിനാഥിന്റെ IDFും കൂടി 8 സീറ്റും UDFന് 7 സീറ്റും അതോടൊപ്പം തന്നെ ഒരു സ്വതന്ത്രനുണ്ട്. ആ സ്വതന്ത്രനാണ് ഇനി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുക. അത് CPM വിമതനാണ്. അതുകൊണ്ട് ഒരുപക്ഷെ UDFനൊപ്പം ചേർന്നാൽ ഒപ്പത്തിനൊപ്പമാകും. പിന്നീട് നറുക്കെടുപ്പ് ഉൾപ്പെടെ വേണ്ടിവരും. BJPക്ക് 2 സീറ്റാണ് അവിടെ ഉള്ളത്. BJPയുടെ നിലപാടും നിർണായകമാകും. ചിറ്റൂർ നഗരസഭയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. LDFും UDFും ഒപ്പത്തിനൊപ്പമാണ്. LDFന്റെ പ്രധാന നേതാക്കൾ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. ചെർപ്പളശ്ശേരിയിലും ശക്തമായ പോരാട്ടമാണ്. പട്ടാമ്പിയിൽ UDFന്റെ കുതിപ്പാണ് നിലവിൽ തുടരുന്നത്. ശരി, കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം ചെയ്യുന്നു. അസ്ലം, കോർപ്പറേഷനിലെ സ്ഥിതി എന്താണ് കോഴിക്കോട് ഇപ്പോൾ? കോഴിക്കോട് കോർപ്പറേഷനിൽ അഡ്വക്കേറ്റ് ഫാത്തിമ താലിയ, മുസ്ലിം ലീഗിന്റെ വനിതാ യുവ നേതാവ്, 1000-ലധികം വോട്ടുകൾക്ക് കുറ്റിച്ചിറ വാർഡിൽ നിന്നും വിജയിച്ചിരിക്കുന്നുള്ള ഫലം കൂടി വന്നിരിക്കുകയാണ്. വലിയ മുന്നേറ്റമാണ് കോർപ്പറേഷനിലും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലുള്ളത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റം കടലുണ്ടി ഡിവിഷനിൽ MSFന്റെ വനിതാ നേതാവ് അഫീഫ നഫീസ കാഴ്ചവെച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ 8000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് LDF ജയിച്ച CP ജയിച്ച അതേ വാർഡിൽ ഇപ്പോൾ 1000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം അഫീഫ നഫീസ എന്ന് പറയുന്ന MSF സംസ്ഥാന കമ്മിറ്റി അംഗം ഹരിത നേതാവ് ലീഡ് ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ LDF ലീഡിലേക്ക് വന്നിട്ടുണ്ട്. 2 വോട്ടിന്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 2 സീറ്റുകളുടെ വ്യത്യാസത്തിൽ LDF വന്നിരിക്കുകയാണ്. അതായത് 13 സീറ്റുകൾക്ക് LDFും 11 സീറ്റുകൾ LDFും UDF വന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. UDFന്റെ ലീഡ് മാറിയിട്ടുണ്ട്. അതേസമയം ശക്തമായ പോരാട്ടം അവിടെ കാഴ്ചവെക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് പോകുമ്പോഴും ശക്തമായ പോരാട്ടം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാം. അവിടെ 21 സീറ്റുകളിൽ LDFും ശരി അസ്ലം, ശരി. ഇപ്പോൾ